ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നിൽക്കുന്നത് ഒരു ഗോഡൗണിലാണെന്ന്. പക്ഷേ അല്ല കേട്ടോ, ഞാൻ നിൽക്കുന്നത് എൻ്റെ വീട്ടിലൊരു സ്ഥലത്ത് തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഈ ആംഗിൾ പിടിച്ചാൽ ചിലപ്പോൾ പിടികിട്ടും. അത് ഈ ആംഗിളാ. അപ്പോൾ മേ ബി എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മിക്കവർക്കും അറിയുന്നുണ്ടാവും. എൻ്റെ അനിയത്തി ഒരു ക്രാഫ്റ്റ് ബിസിനസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അത് ഓൺട്രപ്രണറാണ്. അപ്പോൾ എൻ്റെ അനിയത്തി ഒരു ഓൺട്രപ്രണറാണ്. അപ്പോൾ ആള് ചെറുതായിട്ട് ക്രാഫ്റ്റ് ഫ്രെയിംസ്, അതേപോലെ തന്നെ റെസിനാർട്ടൊക്കെ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണ്. ഐ തിങ്ക് റെസിനാർട്ടൊന്നും ഒരൊറ്റ പ്രാവശ്യം ഇങ്ങനെ ചെയ്യാത്തതായിട്ട് ആൾക്കാർ വളരെ കുറവായിരിക്കും. അപ്പം അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോലാഹലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തരാം കേട്ടോ, ഒരു ഇതാ. ഇത് എൻ്റെ അച്ഛൻ മുകളിൽ നല്ല വൃത്തിയാക്കിയിട്ട ഒരു സോഫ സെറ്റ് ആയിരുന്നു. ഇപ്പൊ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഇത് പാക്കിങ്ങിന്റെ ഒരു വലിയൊരു കോലാഹലം തന്നെ. ഫ്രെയിം, അതേപോലെ തന്നെ ഹാമ്പറിന്റെ സെറ്റ്, പിന്നെ ഇതൊക്കെ റെസ്നാട്ടിന്റെ സംഭവങ്ങളാണ് കേട്ടോ. അതൊക്കെ ഇവിടെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇത് നല്ലൊരു ടീപ്പോയി ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാം ഇതെന്തായി കിടക്കുകയാണ് ഇത്. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടോ ഞാൻ ഇതൊക്കെ എന്തിനാ അപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നതെന്ന്. അപ്പം ഞാൻ എൻ്റെ ഒരു വരമാല, അത് നമ്മളെ കല്യാണമാല, ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയം ഇവിടെ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. റെസ്നാർട്ടൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പം ആ സമയത്ത് അതാണ് ഇവിടെ ഫസ്റ്റ് റെസ്നാർട്ട്. എൻ്റെ കല്യാണമാലയാണ് ഇവിടെ ഫസ്റ്റ് റെസ്നാർട്ട്. അതിനുശേഷമാണ് ഇവിടെ റിച്ച് ആയത്. അതെ ഞാൻ ഓർക്കുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇവള് റിച്ചായി തുടങ്ങിയത് എൻ്റെ കല്യാണമാലയോടുകൂടി. അപ്പോൾ സിനിമാറ്റിക്കിലായിരുന്നു ഫോൺ ഇട്ടത്. സിനിമാറ്റിക്കിലാവുന്ന സമയത്ത് ഒരു ഫേസ്, ഏറ്റവും അടുത്തുള്ള ഫേസാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുക. അപ്പോൾ എനിക്ക് കോൾഡാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൂക്ക് ഇങ്ങനെ തിരുമണോണ്ടൊന്നും വിചാരിക്കരുത്. കോൾഡാണ്. വാവയ്ക്ക് കോൾഡ് വന്നു, അത് പകർന്നതാണ് തോന്നുന്നു. ആദ്യം എൻ്റെ ഹസ്ബൻഡായിരുന്നു വന്നത്, ആള് വാവയ്ക്ക് കൊടുത്തു, പിന്നെ എനിക്ക് കിട്ടി. ഇപ്പോൾ ഞങ്ങൾ അത്രയും ഒരു ഒത്തൊരുമുള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നിരുന്നത് അതായിരുന്നു ഉള്ള ഫസ്റ്റ് റെസ്നാർട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ വാവേൻ്റെ ഈ പൊക്കിൾക്കൊടി, അതേപോലെ തന്നെ പിന്നെ എന്തായിരുന്നു ഇവിടെ പൊക്കിൾക്കൊടി ഉണ്ട്, പിന്നെന്താണ് പ്രഗ്നൻസി ടെസ്റ്റർ, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ കരിവള. ഞാൻ ആക്ച്വലി വാവൻ്റെ കയ്യിലിടുന്ന സാധനം കൂടി എടുത്ത് അമ്മേൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മ അത് വീഡിയോ വളരെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുകളഞ്ഞു. അപ്പോൾ തെരഞ്ഞാൽ ചിലപ്പോൾ തെരഞ്ഞാൽ കിട്ടും, എനിക്ക് അറിയില്ല. എന്തായാലും ഉള്ളത് വെച്ചിട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള പോലെ ഞങ്ങളൊരു എന്താ പറയുക, ഒരു റെസിനാർട്ട് ചെയ്യാം. ഇപ്പം ഞാനും വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട് ഒരു യൂട്യൂബ് വീഡിയോ എടുത്തുകൂടാ. അപ്പോൾ ഇന്ന് ഫ്രെയിം വന്നു. അപ്പോൾ ഫ്രെയിം അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോയി കണ്ടുവരും കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്രെയിം. ഗോപുരം കാണിക്കണ്ടെന്ന് പറഞ്ഞോളൂ, കുളിച്ചിട്ട് പോലും ഇല്ല, അതുകൊണ്ടാണ്. ഇതാണ് ആ ഫ്രെയിം, കണ്ടാ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫ്രെയിം. സാധാരണ എനിക്കൊന്ന് ബർത്ത് കീപ്സേക്ക് ഫ്രെയിം ഇതിൽ ചെയ്യാറുണ്ടോ? ഇവിടെ ഉണ്ട്. ഇവളാദ്യമായിട്ടാണ് കേട്ടോ പ്രത്യേകിച്ച് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത് ഒരു മോഡൽ കണ്ടതാണ് ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ ഇതിൽ ചെയ്തിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഫ്രെയിം. ഇവള് ഇതിൽ ആദ്യമായിട്ടാണ് തോന്നുന്നല്ലേ ചെയ്യുന്നത്. ഇവള് ഈ ഫ്രെയിമിൽ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണേ. വേറെ കുറേ ടൈപ്പ് ഇപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ റെസിൻ്റെ മൗൾസാണ്. ഇങ്ങനത്തെ ടൈപ്പിലൊക്കെ ഇതൊരു ഓഷ്യാനിക് ബ്ലൂ തീമിൽ ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. ബേസ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ട് അരക്കുന്നില്ല. എനിക്ക് ചിലപ്പം കൊളായാലോ. ഇതിപ്പോൾ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്ന ഒരു വരമാലേൻ്റെ ഫ്രെയിമാണ് കേട്ടോ. നിങ്ങൾക്ക് ഫെയറി സോൾ, ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഫോൺ നമ്പറും കൊടുക്കാം. അതിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത വെറൈറ്റി വർക്ക്സ്. അല്ല, എൻ്റെ അനിയത്തി ആയതുകൊണ്ട് പറയില്ല,
നല്ലോണം ചെയ്യും. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിൽക്കുന്ന അതേ കോലത്തിലാണ് കേട്ടോ. താഴേന്ന് നേരെ മുകളിലേക്ക് കയറി ഇങ്ങ് പോകുന്നതാണ്. അപ്പോൾ വാവ താഴെ ഉറങ്ങിക്കൊണ്ടിരിക്കുക. എൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പം ആൾ എണീറ്റ് പോരും. എന്നോട് എപ്പോഴും മറന്നു പോകും ക്യാമറ ഇവിടെയാണോ എന്നുള്ള കാര്യം. ഞാൻ എപ്പോഴും എൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചും പോകും. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വീഡിയോ ഇന്നിപ്പോൾ ചിലപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് റെസ്നാർട്ട് ചെയ്യുക. റെസ്നാർട്ട് കുറേ ടൈം കൺസ്യൂം ചെയ്യുന്ന അതേസമയം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതൊക്കെ ഞാൻ അറിയാൻ തുടങ്ങിയത് ഇവിടെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മൊത്തം ഒന്നും കാണിച്ചില്ലെങ്കിലും, മൊത്തം കാണിച്ചാൽ ഞങ്ങൾ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യില്ലേ, അപ്പോൾ മൊത്തം ഒന്നും കാണിച്ചില്ലെങ്കിലും വളരെ എന്താ അത്യാവശ്യം എല്ലാം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വിചാരിക്കും ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് പോകുന്നതെന്ന്. പക്ഷേ അല്ല, റെസിനായിട്ട് ചെയ്യാൻ വേണ്ടി ഗ്ലൗ ഇടുകയാണ് കേട്ടോ. അങ്ങോട്ട് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ബദ്രി ബേബീനെ കാണാം. കണ്ടോ, അവിടെ അച്ഛൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം കരച്ചിലായിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോണില്ല. റെസിനാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കോസ്റ്റ്ലി ആണ് എന്ന് പറയുമ്പോൾ ചിലവരൊക്കെ മുഖം ചുളിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ റെസിനാർട്ട് ഹെൽത്തിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരുപാട് കഷ്ടപ്പാടും ഉണ്ട്. അതൊരു സിംഗിൾ പ്രോസസ്സല്ല. സോ അതുകൊണ്ട് അവരത്ര എമൗണ്ട് വാങ്ങുന്നതിന് നമുക്കൊരിക്കലും എന്താ പറയുക കുറ്റം പറയാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ റെസിനാർട്ടിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പം അതിൻ്റെ മിക്സിങ് പ്രോസസ്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വേണേൽ സ്പീഡാക്കിയാൽ കേട്ടോ, ഈ വേണമെങ്കിൽ അല്ലെങ്കിൽ സ്പീഡാക്കണം. മിക്സിങ് പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ റെസിനാർട്ട് ചെയ്യുമ്പോൾ ഒരു മേജർ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫാൻ ഇടാൻ പറ്റില്ല. ഒടുക്കത്തെ ചൂടായിരിക്കും ആ റൂമിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ഗോപുവിൻ്റെ ബെഡ്റൂമാണ് കേട്ടോ. അത് ഈ കോലത്തിലായി കിടക്കുകയാണ്. ഇപ്പം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര കോൺസെൻട്രേഷനോട് കൂടി. അപ്പം ഞാൻ എനിക്കൊരു റെഫറൻസ് പിക്ക് ഓൾറെഡി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബേസിക് അല്ലേ അതേപോലെ ആവും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം മിക്സിങ് എന്തായാലും നടക്കട്ടെ. ഇത് കണ്ടോ, ഇതൊക്കെ എൻ്റെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. എന്താ പറയുക, എന്തിനാ ഇത് സാൻഡല്ലേ? ഇത് ഞാനൊരു എന്താ പറയുക പ്യുവർ ഓഷ്യൻ അല്ല, പക്ഷേ എനിക്കൊരു സാൻഡൊക്കെ വേണം, മണലൊക്കെ വേണം. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചതാണ്. എനിക്കിങ്ങനെ ഒരുപാട് തിങ്ങി നിറഞ്ഞ് ഓവർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫ്രെയിം, ഇപ്പം ബർത്ത് ഡേറ്റ് ഒന്നും ആഡ് ചെയ്തിട്ടുള്ള ഫ്രെയിമിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് പ്രിസർവ് ചെയ്യേണ്ട സാധനം അത് പ്രിസർവ് ചെയ്ത് തന്നാൽ മതി. എനിക്ക് ഡീറ്റെയിൽസ് ഇപ്പോൾ എൻ്റെ കുട്ടിയുടെ ബർത്ത് ഡേറ്റൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്നും ചെയ്തോളണമെന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അവളോട് ജസ്റ്റ് നെയിം മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പം അതിനനുസരിച്ചിട്ടാണ് അവൾ ചെയ്യുന്നത്. അപ്പോൾ റെസിൻ്റെ മിക്സിങ് പ്രോസസ്സ് ഏകദേശം കഴിഞ്ഞു. ഇനി ഇതാ കളർ, ഞാൻ പറഞ്ഞൊരു കളറാണ്, ഒരു വല്ലാത്തൊരു ബ്ലൂ, എന്ത് റോയൽ ബ്ലൂ എന്ന് പറയാൻ പറ്റുമോ? റോയൽ ബ്ലൂ അല്ലേ? എന്താ നൈൽ ബ്ലൂ കളറാണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ എൻ്റെ ഫ്രെയിം ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്യുവർ വൈറ്റിൽ ചെയ്ത് കിട്ടും, പിങ്കിൽ ചെയ്ത് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ ആ കളറിൽ ചെയ്ത് കിട്ടും. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ഒരു ഓഷ്യൻ ബ്ലൂ കളറിൽ ചെയ്തത്, അതേപോലെ ഏത് കളറിൽ വേണമെങ്കിലും ചെയ്ത് കിട്ടും കേട്ടോ. അയ്യോ, ഇത് ഞാനിവിടെ തപ്പിത്തഞ്ഞപ്പോൾ കിട്ടിയതാണ് കേട്ടോ. കണ്ടോ, പ്രണവ് ഷോനിഷ. ഇത് ഞങ്ങളന്ന് വരമാല പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഇവള് വാങ്ങിച്ചു വെച്ചാന്ന് തോന്നുന്നു. ഇത് ഇവളെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. ഇവളിങ്ങനെ ഇവളെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് ഫ്രെയിംസ് ഗിഫ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിവിടെ നിന്നോട്ടെ, സ്മരണ വേണം, സ്മരണ. കണ്ടോ, ഇവരെ ഫ്രണ്ട്സിൻ്റെ ഹെയർ വെച്ചിട്ട് ചെയ്ത ഫ്രെയിമാണിത്. നല്ല രസമല്ലേ? അതേപോലെ ഇത് കണ്ടോ,
ഇവര് ഫ്രണ്ട്സ്, ഇവരെ ഫ്രണ്ട് ഗ്യാങ്, ഇവര് എന്തായിരുന്നു എന്തിനാണ് BA എക്കണോമിക്സിന് പഠിച്ച മലബാർ ക്രിസ്ത്യൻ കോളേജില്. ആ ഇവരുടെ മുടിയാണ് ഇത്. ഇതിന് എനിക്കൊന്ന് ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ ഉണ്ട് ഇവരുടെ പേജില്. ഇതിന്റെ മിക്സിങ് കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ പോവാണ്. ആ ഒരു മൂഡിലാണ് പോകുന്നത്. ഇതൊക്കെ അമ്മേന്റെ കോലാഹലാട്ടോ. ഇതൊക്കെ അമ്മ എന്താ തിരുമ്പി ചിക്കാന്ന് നമ്മള് കോഴിക്കോട് പറയൂ അല്ലേ? ഭയങ്കര എക്സൈറ്റഡ് ആയി താഴെ കാണുന്നില്ല, അതുകൊണ്ട് കുറച്ച് സങ്കടം. കാണാനില്ലല്ലോ. ഇവിടെ മോനെ ബദ്രി ഇവിടെ ഉണ്ടായിനോ? കള്ളച്ചക്ക് ഇവിടെ ഉണ്ടായിനോ മോനെ? ബദ്രി ഇപ്പൊ വരെ വേഗം വരെ. ചിറ്റ ചിറ്റ അല്ലോ ആ ചിരിക്കുന്ന ചിറ്റ. വേഗം വരെ ചിറ്റ. റീൽ എടുക്കാനുള്ള ഒരു സെറ്റിംഗ് ആണ് കേട്ടോ. അതായത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് എടുക്കുക. ഇപ്പം ഫ്രെയിം അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അടുത്തേക്ക് പോയി നോക്കാം. ഇപ്പോൾ ഒഴുക്കിയായിരിക്കും. അപ്പോൾ അതാ റെസിൻ ഇങ്ങനെ ഒഴിച്ച് തുടങ്ങിയിട്ടോ. എനിക്ക് എന്താണ് റെസിനായിട്ട് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്? ചൂടെടുത്തിട്ട് വയ്യ, അത്രയേ ഉള്ളൂ. അല്ല ടഫാണ്. കാരണം കുറേ പേര് റെസിനാർട്ട് ചെയ്യുന്ന സമയത്ത് 2 ലിക്വിഡ് ഒഴിക്കാനല്ലേ ഉള്ളൂ, ഇത്ര പൈസേൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാൾക്ക് റെസിനാർട്ട് ചെയ്തിട്ട് പൈസ തരാത്ത ആളൊക്കെ ഉണ്ട്. അയാളോട് എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ കൊഞ്ഞനെ ബുദ്ധി കാണിക്കാനാ തോന്നുന്നത്. അല്ല അങ്ങനെ ചെയ്യരുത്. ഏത് ആർട്ട് ചെയ്യുന്നവരാണെങ്കിലും ക്യാഷ് കറക്റ്റ് അറിയുന്ന ആളായിരുന്നു കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് ഒന്നും മേടിക്കാൻ. അങ്ങനെ പറ്റിപ്പോയൊരു അബദ്ധമാണ്. ഇതിൽ വേറൊരു കുട്ടി ഇതേപോലെ പേയ്മെന്റ്, അത് പക്ഷേ സ്റ്റാർട്ടിങ്ങിലായിരുന്നു തോന്നുന്നു അല്ലേ? തുടങ്ങിയ സമയം. ഇത് കീച്ചെയിൻ മോൾഡ് അല്ലേ? ഇത് കീച്ചെയിൻ മോൾഡ്. ഇതിനെ കീച്ചെയിന് അത് വേറെ ഒരു വർക്കിന്. ഏതായാലും നീല കളിക്കുകയല്ലേ. അപ്പം നമ്മളിത് ഇവിടെ ഒഴിച്ച് വെച്ചു കേട്ടോ. ഇതിനി സെറ്റ് ആവണം തോന്നുന്നു അല്ലേ? അത് 24 മണിക്കൂർ കഴിയണം. 24 hours കഴിയണം. നല്ല രസല്ലേ? അതിൻ്റെ കാണാലോ. കുറച്ചുകൂടി കട്ടിയിൽ ഒഴിക്കണം. ഞാൻ ഇതിനുകൂടി എടുത്തിട്ട് തിക്നെസ് വേണം എന്ന് പറഞ്ഞ് രണ്ടാമത് വയ്ക്കാണ്. ഇതിൻ്റെ ചുരിദാറിൻ്റെ കയറ അതൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇനി 24 hours കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യുള്ളൂ? അല്ലല്ല, ഇനി ഇതിൻ്റെ അകത്ത് എനിക്ക് വേവ്സ് വേണ്ടേ? അതിപ്പോൾ സെറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ ബബിൾസ് കളയണം. അപ്പം ഞാൻ അയച്ചു കൊടുത്ത സാധനത്തിൽ കുറച്ച് വേവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ വേവ് അതേപോലെ ബബിള് കളയുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇപ്പം ചെയ്യാണ്. ബബിൾ ഉണ്ട് എനിക്ക് ഇങ്ങനെ മനസ്സിലാവുന്നു. നോക്കിയാൽ കണ്ടുകൂടെ? ഞാൻ കാണുന്നില്ലല്ലോ. എനിക്ക് ഭയങ്കര കണ്ടാണ്. പൊസിഷൻ മാറി നോക്കി നോക്ക്. ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് ബബിളൊന്നും കാണുന്നില്ല. ആണ്ട് അവിടെ നോക്ക്. ഇഷ്ടംപോലെ ബബിൾസ് ഉണ്ട്. എവിടെ കണ്ടോ? എവിടെടാ? ഇതാ ഇവിടെ. ഈ റോഷനിലിട്ട് ഞാനൊന്ന് ക്യാമറ ഓഫ് ചെയ്തൊന്ന് നോക്കി നോക്കട്ടെ. ഞാൻ കണ്ടില്ല കേട്ടോ, പക്ഷെ ഇതിനകത്ത് ബബിൾസ് ഉണ്ട് എന്നാണ് ക്രാഫ്റ്റർ മനീഷ പറയുന്നത്. ഓൺട്രപ്രണർ. ശരി, ഓൺട്രപ്രണർ തന്നെയാണ് ഇടി. ഏതോ ഓൺട്രപ്രണർ എന്നാണ് പ്രൊനൗൺസിയേഷൻ എന്നാണ് ഷവാസാർ പറഞ്ഞത്. അപ്പോൾ ഓൺട്രപ്രണർ ഗോപിന്റെ ഷവാസാർ പറഞ്ഞിരിക്കുന്നത് ഓൺട്രപ്രണർ എന്നാണ്. അപ്പൊ നമുക്ക് ഷവാസാറെ സ്മരിച്ചുകൊണ്ട്
ഷവാസാറങ്ങ ഇനി യൂട്യൂബ് അഥവാ ഈ ഓൺട്രപ്രണർ തെറ്റാണെങ്കിൽ നമുക്ക് ഷവാസാർ എല്ലാരും ഷവാസാറിന്റെ അടുത്ത് പോയി ചോദിച്ചാൽ മതി കേട്ടോ. ആണായിരിക്കും ഷവാസാർ അങ്ങനെയാ പറഞ്ഞത് എനിക്ക് തോന്നുന്നു. ഷവാസാറിന്റെ അടുത്ത് പോയി ചോദിച്ചാൽ മതി. ആണായിരിക്കും ഭഗവാനെ. എന്തൊക്കെയോ മാന്തി എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ ഉച്ചതിന് ശേഷമുള്ള പരിപാടികളാണ് കേട്ടോ. എന്റെ കോഴിക്കോട് ഭാഷ ഇങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിൽ എന്റെ കുറ്റം പറയരുത്, ഞാൻ അങ്ങനെയാണ്. അത് മാറ്റാൻ പറ്റൂല അല്ലേ. ഈ ഫ്രെയിം എന്റെ സെലക്ഷൻ ആയിരുന്നു കേട്ടോ. ഐഡിയ ഉള്ളതാണെങ്കിലും ഫ്രെയിമിന്റെ സെലക്ഷൻ എന്റേതായിരുന്നു. ഇത് കണ്ടില്ലേ എക്സ്പയർ ഷർട്ട് ശരി എന്തൊക്കെയോ കാണുന്നുണ്ട് എന്നൊക്കെ മനീഷ പറയുന്നുണ്ട്, പക്ഷെ ഞാനൊന്നും കാണുന്നില്ല. മനീഷ മിസ് മനീഷ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞാനൊന്നും കാണുന്നില്ല. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വരാനുണ്ട്, അവർക്ക് വരുമ്പോ ഇതൊന്നും കാണൂല എന്നാണ് പറയുന്നത് കേട്ടോ. പ്രിൻസിപ്പിൻ്റെ ഒക്കെ ആയിരുന്നു കേട്ടോ സ്മരണ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ പണി, ഇത് അമ്മേൻ്റെ ശരിക്കും അയൺ ടേബിൾ ആണ്, അവിടെയാണ് ഓള് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്തൊക്കെയോ ഇത് എന്തൊക്കെയാ സാധനം എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അത് ഓളെ ചോദിച്ച് വെറുപ്പിക്കുന്ന മോശമല്ലേ വെച്ചിട്ട് ചോദിക്കണില്ല. ഹാർഡ്നറും കളറും മിക്സ് ചെയ്ത് വെച്ചു. ഇനി അതേപോലെ മറ്റേ വേവ്സ് ഉണ്ടാക്കാനുള്ള സംഭവം. വേവ്സ് ഉണ്ടാക്കാനുള്ള സാധനമാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. എനിക്ക് തിരമാല വേണം, തിരമാല. എന്റെ കുട്ടി വന്നത് ഒരു തിരമാല പോലെയാണ്. ആക്ച്വലി വീട്ടിൽ നിൽക്കുന്ന കൊലയായിരുന്നു കേട്ടോ. ഞാൻ അവിടെ വെറുതെ ഇരുന്ന് ഫുഡ് കഴിച്ച് TV കണ്ട് വാവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഞാനിത് ചെയ്യാൻ പോവാണ്, വീഡിയോ എടുക്കണമെങ്കിൽ വേഗം വാങ്ങും. അപ്പം ഞാൻ ആ നിന്ന കൊലത്തിൽ തന്നെ ഇങ്ങ് പോകുന്നതാ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇങ്ങനെ തന്നെയാണ് വീട്ടിൽ നിന്ന്. അതെങ്ങനെ തന്നെയാണ്. അവളെല്ലാം വീട്ടിൽ നിന്ന കൊലത്തിലാണ്. പിന്നെ നല്ല കോൾഡും ഉണ്ട്, അതുകൊണ്ട് ചിലപ്പം നിങ്ങൾക്ക് ശബ്ദം ക്ലിയർ ആവുന്നുണ്ട്. മൈക്കിൻ്റെ ക്ലാരിറ്റി കൊണ്ട് ക്ലിയർ ആയാലേ ഉള്ളൂ, അല്ലാതെ ക്ലിയർ ആയിക്കൊള്ളണമെന്നില്ല. പറഞ്ഞില്ലേ റെസിൻ്റെ സാധനം അത്യാവശ്യം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഞാനൊരു സെൽസറം എന്ന് പറഞ്ഞിട്ടൊരു സാധനം എടുത്തപ്പോൾ കണ്ടതാണ്. അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിരുന്നു കണ്ടോ, ഒരു മിനിറ്റ്, കീപ്പ് അവേ ഫ്രം ചിൽഡ്രൻ കണ്ടോ. അപ്പം ഒരുമാതിരിപ്പെട്ട റെസിൻ്റെ സാധനമെല്ലാം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പം ബി വെരി കെയർഫുൾ. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, സേഫ്റ്റി സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാതെ നമ്മളത് ചെയ്യാൻ പാടില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മീൻസ് ഈ ക്രാഫ്റ്റ്, അപ്പോൾ ഇവിടെ ആരും ക്രാഫ്റ്റ് ചെയ്യുന്നവരൊന്നും ഇല്ലല്ലോ. അപ്പം ഇതൊരു പ്രൊഫഷനാക്കി എടുക്കണം എന്ന് എനിക്ക് എന്താ തോന്നിയത്? പ്രൊഫഷനാക്കി എടുക്കണം തോന്നിയില്ല, പൈസ കിട്ടി തുടങ്ങിയപ്പോൾ പിന്നെ അങ്ങ് കണ്ടിന്യൂ. ആദ്യം തമാശക്ക് ചെയ്ത് തുടങ്ങിയതാ. അത് ശരി, ഓഫ് കോഴ്സ്. പിന്നെ അവനെ കാണിക്കാൻ പറ്റിയ കോലല്ലാതാ. ഹലോ, അമ്മ വാവനെ ഉറക്കി വരിക അല്ലേ? ഞാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഇറങ്ങാമ. അമ്മ കെട്ടാങ്ങൽ എഡിക്റ്റ് ആണ്. കെട്ടാങ്ങലൊക്കെ കിട്ടിയിട്ട് നല്ലതമ്മ. ബർഗർ ലോഞ്ച് അങ്ങനെ പോകുന്നോണ്ടാ. 7th Heaven കേൾക്കുന്നുണ്ട്. 7th Heaven ഇപ്പം തുറക്കുന്നില്ല. അയാൾ പച്ചങ്ങളെ കൊണ്ടുപോകാൻ മടിയേറ്റ് പറഞ്ഞേക്കും. ഇല്ലമ്മേ ഞങ്ങളിലാക്കൂല, ഞാൻ അവിടെ പുതിയ കിടക്കട്ടില്ലേ. ഓക്കെ ബൈ. കണ്ടോ, ഇത് അമ്മേൻ്റെ ഗോഡൗണാ കണ്ടോ, തുണി ഇങ്ങനെ ആറിയിട്ടത് അയലൊക്കെ കെട്ടി. മിക്സിങ് നടക്കുന്നുണ്ട്, തമാശക്ക് തുടങ്ങിയൊരു സാധനമാണ്. അപ്പം അതിപ്പോൾ എന്താണ് സീരിയസ് ആയി എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത് എന്തിനുള്ളതായിരുന്നു? തിരമാലയ്ക്കുള്ളതാണ് കേട്ടോ. എൻ്റെ കുട്ടി എന്ന് പറയുന്നത് ഒരു തിരമാല പോലെയാണ് ഗൈസ്. അതുകൊണ്ട് ഞങ്ങളൊരു തിര ഉണ്ടാക്കുകയാണ്. ഇതെന്താ ഈ മെഷീൻ്റെ പേരെന്താ? ഹീറ്റ് ഗണ്ണാന്ന് തോന്നുന്നു.
തിരമാല ഉണ്ടാക്കാണ്. ചെറുതായിട്ട് ഈ മരത്തിൻ്റെ ആ ഒരു അടിഭാഗം, ഇത് തീക്കൂടാണ് കേട്ടോ, അപ്പം മരത്തിൻ്റെ ആ അടിഭാഗം കാണുന്നുണ്ട്. അപ്പം അത് നമ്മളൊരു മണ്ണിലിട്ട് കവർ ചെയ്യും. കണ്ടോ, അതാ ആണ് മണൽ. അപ്പോൾ ഇത് സംഭവം എന്താ പറയുക, ഈ റെസിൻ്റെ വർക്കിന് 24 hour കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ എങ്ങടെ പോണേ? പ്രിൻ്റ് എടുക്കാൻ പോകാനുണ്ട്. പിന്നെ ബദ്രീൻ്റെ നെയിം പ്രിൻ്റ് എടുത്തില്ല, അതെടുക്കണം. അപ്പോൾ അങ്ങനെ അല്ലറ ചില്ലറ പണികളുണ്ട്. അപ്പം ഞാൻ വേണേൽ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞ് വന്നിട്ട് അവളുടെ പ്രിൻ്റ് എടുത്ത സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കൂട്ടത്തിൽ വേറെ ഏതെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് ചൂണ്ടിയെടുത്ത് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ഇനി ആ ഫ്രെയിമിൻ്റെ വർക്ക് കാണണമെങ്കിൽ 24 hour കഴിയണം. ബദ്രി ബേബി ഓൾമോസ്റ്റ് നല്ല വർക്കാണ് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് കുറേ ആൾക്കാർ വീഡിയോസിലൊക്കെ കണ്ടിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഫോട്ടോസിൽ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇതെന്താണ് സാധനം. ഇത് ആക്ച്വലി ടൈലാണ് കേട്ടോ, പല പീസസാണ്. ഒരു മിനിറ്റ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഇത് ഒരു മിനിറ്റ് കണ്ടാ, ഇത് സംഭവം ഒരൊറ്റതായിട്ട് തോന്നെങ്കിലും ചെറിയ ചെറിയ പീസസാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് ചെറിയ ചെറിയ പീസസാണ്. ബദ്രി ബേബി നല്ല ഉറക്കമാണ്. അപ്പം ഇന്ന് നമ്മളെ റെസിൻ വർക്കിൻ്റെ അടുത്ത ലെയർ ഒഴിക്കാൻ പറ്റുന്ന ദിവസമാണ്. രണ്ടാമത്തെ ദിവസം എന്ന് പറയാൻ പറ്റില്ല, ആക്ച്വലി ഇന്നലെ ആയിരുന്നു കറക്റ്റ് 24 hours കംപ്ലീറ്റ് ആയി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇന്നലെ എനിക്ക് വെയ്യാണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ഡേ എടുക്കാം എന്നുള്ള മട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വർക്ക് ചെയ്യാം. അപ്പം ഇങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ തൊട്ടാൽ ഒന്നും ആവില്ല, തൊടുമ്പോൾ എനിക്കൊരു പേടിയുണ്ട്. അപ്പം ഓൾമോസ്റ്റ് സെറ്റായി. ഇനി ഓൾമോസ്റ്റ് അല്ല, നല്ലോണം സെറ്റായി. ഇനി നമുക്ക് അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കാം. ലെയർ ഒഴിക്കുന്നതിന് കൂടെ എന്തൊക്കെയാണ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് വീഡിയോയിൽ കാണാം. ഇതാണ് ബദ്രി ബേബീൻ്റെ ജനിച്ച അന്നുള്ള ഫോട്ടോ എന്ന് പറയുന്നത്. ഭയങ്കരമായി മാറിപ്പോയി. ബിക്കോസ് ഈ ഫോട്ടോ നമുക്ക് എപ്പോഴും സ്പെഷ്യലായിരിക്കും, ഭയങ്കര റോ ലുക്ക് ആയിരിക്കുമല്ലോ അവർക്ക്. അപ്പം അവളെന്നോട് ന്യൂ ബോൺ ഷൂട്ടിൻ്റെ ഫോട്ടോ വെക്കണോ അതോ ഇത് വെക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മതി. ബിക്കോസ് ഭയങ്കര റോ ലുക്കുള്ള ഫോട്ടോയാണ്, അത് നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. സോ ഈ ഫോട്ടോ വെക്കാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് ഇതേപോലെ കുറേ ഫ്രെയിംസ് ചെയ്യാനുണ്ട്. അപ്പം ആ കൂട്ടത്തിൽ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. അതാ ഇതിനകത്ത് വെക്കാനുള്ള പേരാണ്. ഇതിൻ്റെ മുകളിലേക്ക് അത് വെച്ച് കൊടുക്കുക, എന്നിട്ട് അടുത്ത ലെയർ വയ്ക്കുള്ളൂ. അതോടുകൂടി കഴിഞ്ഞു. അപ്പം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വെച്ച് കൊടുക്കും. എന്നിട്ട് മാത്രമേ അടുത്ത ലെയർ റെസിൻ ഒഴിക്കുള്ളൂ കേട്ടോ. നമ്മളെ പേര് കട്ട് ചെയ്തെടുത്തു. ബദ്രി പ്രണവ്. ഇതിങ്ങനെയല്ല കേട്ടോ ഉണ്ടാവുക, ഇത് പൊളിക്കുകയൊക്കെ വേണം. ഇവിടെ കാണുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിൽ അത് ജസ്റ്റ് സെറ്റ് ചെയ്ത് നോക്കാണ് കേട്ടോ. നോക്ക്. അപ്പോൾ നമ്മളെ വാവേൻ്റെ പൊക്കിൾക്കുടി, പ്രഗ്നൻസി ടെസ്റ്റർ, പിന്നെ 2 കരിവള, അത് യൂസ് ചെയ്ത 2 കരിവള. ഇത്രയും സാധനങ്ങളെ ഞാൻ വെക്കുന്നുള്ളൂ കേട്ടോ. ചിലത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ വെക്കാം, ഹാൻഡിലെ ബാൻഡ് വെക്കാം, പിന്നെ ഇത് ചീർപ്പ് വെക്കലുണ്ട്. ചിലവർ യൂസ് ചെയ്ത കോമ്പ് വെക്കും, നഖം അത് വേണേ വെക്കാം, ഹെയർ വെക്കുന്നവരുണ്ട്, അല്ലെ ഫസ്റ്റ് ഹെയർ വെക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഞാൻ കൂടെ ഒരു കോട്ടും കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞു. എന്തത് യു ആർ ആ സൺഷൈൻ എന്നുള്ള ഒരു കോട്ട്, ജസ്റ്റ് ഒരു കോട്ട് കൂടെ വെക്കാൻ പറഞ്ഞു. വേറെ എനിക്കിത് മതി. ആയിട്ടൊരു സജഷൻ പറഞ്ഞു, ഈ കോട്ട് ഇവിടേക്കൊന്ന് മാറ്റാൻ, അത്ര മാത്രം പറഞ്ഞു കേട്ടോ, വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പം ഇങ്ങനെയാണ് ഭംഗിയെന്ന് എനിക്ക് തോന്നി. പൊടിഞ്ഞു വരുന്നു.
ഉണ്ടാ നല്ല രസമുണ്ട്, നല്ല രസമുള്ള ലെറ്റേഴ്സ് അല്ലേ? ഈ സെലക്ട് ചെയ്തു. ഞാൻ തന്നെ സെലക്ട് ചെയ്ത ഫോണ്ടാട്ടോ. വേറെ ഫോണിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇത് ഇതിനായിട്ടുള്ള ടൂളാ. ഇത് ശരിക്ക് പേപ്പർ സ്ട്രെച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന. ഇതിന് വേറെ തന്നെ ടൂളുണ്ട്, ഇന്ത്യയിലില്ല. ഇതിന് ഈ പറയുമ്പോൾ എന്താ ഫ്രെയിമിൻ്റെ പേര് പറയാ? എഴുതോ? ബീച്ച് തീം ബേബി കീപ് സേഫ് ഫ്രെയിം. ഫൈനലി ഗൈസ് പേര് ഫൈനലി ഇതൊക്കെ ഒട്ടിച്ചു. പക്ഷെ ഇത് ഒട്ടാൻ വേണ്ടിയിട്ട് ഇതെന്താ ഇതിന് സാധനം? UV ലൈറ്റ്. UV ലൈറ്റ് വെച്ചേക്കുക. ഇത് പറിച്ചിട്ട് കിട്ടുന്നില്ല, പറിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഒട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയം കൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ലെയറിനുള്ള റെസിൻ മിക്സ് ചെയ്യാം. പിന്നെ ഞങ്ങൾ സക്സസ്ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞു. ഞാൻ ഒട്ടിക്കുന്ന കാണിച്ചു. ഇത് കുറേ ടൈം എടുത്തു. അതുകൊണ്ട് ഒട്ടിക്കുന്ന കാണിച്ച് ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. നിങ്ങളുടെ നോക്ക്. അടുത്ത ലെയർ എന്താ പറയുക, റെസിൻ ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഇനി അടുത്ത ലെയർ റെസിൻ ഒഴിക്കാൻ പോവുകയാണ്. അതിന് പിന്നെ റെസിനിലെ എയർ ബബിൾസ് ഒക്കെ കളയാണ്. മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അതിൽ എയർ ബബിൾസൊക്കെ കളഞ്ഞ് ഇതിലേക്ക് ഒഴിക്കാം. ബീച്ച് തീമിലുള്ള 2 ഫ്രെയിം ഉണ്ടായിരുന്നു. അപ്പം ആ 2 ഫ്രെയിമിലും കൂടെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? സാൻഡ് മിക്സ് ചെയ്യണം. സാൻഡ് മിക്സ് ചെയ്യല്ലേ, എന്താ സാൻഡ് ഇടണം, മണലിടണം. അപ്പോൾ അതിന് വേണ്ടി സാൻഡ് ഇവിടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് റെസിൻ വയ്ക്കണം അല്ലേ? ഇപ്പം തന്നെ ഇല്ലേ? അങ്ങനെ. അപ്പോൾ എന്താ ചെയ്യാൻ പോണേന്ന് പറഞ്ഞു. ഇനിമ്പോൾ എന്ത് ഇടാൻ പോവാ? ആദ്യം എൻ്റെ ഇടാം. ഇഷ്ടം വെയിറ്റിൻ്റെ ഇല്ലായിരുന്നു. മണലിട്ടുകൊണ്ടിരിക്കുകയാണ്. മണലിനെ പറ്റി എന്തെങ്കിലും പാട്ടുണ്ടോ അല്ലേ? ഇത് കണ്ടോ? സ്റ്റാർ ഫിഷ്. ഇതിനകത്ത് വെക്കാനുള്ളതാണ് കേട്ടോ. പക്ഷേ ഇത് കണ്ടപ്പം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വെച്ചാലോ, നിങ്ങൾ പറയൂ, ഇതിനകത്ത് വെച്ചാലല്ലേ രസം ഉണ്ടാവുക. ഈ ഫ്രെയിം ജയിക്കുന്നവർ കേൾക്കണ്ടായി. പക്ഷേ ഒരൊറ്റ സ്റ്റാർ ഫിഷേ ഉള്ളു ഗൈസ്. ഓൺലി 1 സ്റ്റാർ ഫിഷ്. ഞാൻ പിന്നെ ഫ്രീ ആയിട്ട് ചെയ്യിപ്പിക്കുന്നതല്ലേ, അത് പൈസ കൊടുത്ത് ചെയ്യുന്നതല്ലേ. അതിനകത്ത് വെച്ചോട്ടെ. നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, ഷെല്ല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഷെല്ലും പൈസ എന്ത് ചെയ്യാ? ഈ ഷെല്ലൊക്കെ പൈസ എന്ത് ചെയ്യാ? ഈ ഷെല്ലിനൊക്കെ എത്ര വില ഉണ്ട്? എനിക്ക് ഓർമ്മല്ല റേറ്റ്. ഞാൻ അത്രയും മുന്നേ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ പാവങ്ങൾ. സ്റ്റാർ ഫിഷ് വെക്കുന്ന വേണം എടുത്തോ. സ്റ്റാർ ഫിഷ് വെക്കുന്ന കാണിച്ചു തരാം. ഈ ഫ്രെയിം ചെയ്യുന്നവർ കണ്ടോ ചിലപ്പോൾ എന്നെ വന്നിട്ട് കൊല്ലും. ഞാൻ അടിച്ചു പറ്റിയിട്ടില്ല. സ്റ്റാർ ഫിഷ് നിങ്ങളിൽ നിന്നേ വെക്കുന്നു. ഒരേലും വെടി ഇനിയും തോന്നുന്നു. എന്ത് ചെയ്യാൻ പറ്റുക? ശരി പറഞ്ഞല്ലേ വേണ്ട, അത് ചോദിച്ചാൽ ഈ പറയൂല. അതുകൊണ്ടാണ് എനിക്ക് ശരിക്കും എനിക്ക് എത്ര എക്സ്പെൻസ് ഉണ്ട്. നല്ല എക്സ്പെൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ പറയൂ, അത്രേ പറയുള്ളൂ. എനിക്ക് ആരും വിശ്വാസമല്ല. ഓക്കെ, എൻ്റെ ഹോട്ട് ഗൺ എടുത്തിട്ട് വരും അവിടുന്ന്. ഓക്കെ, ഞാൻ എടുത്തിട്ട് വരും. എന്താ ഹോട്ട് ഗൺ? അവിടെ മറ്റേ തോക്ക് പോലെയുള്ള സാധനം. പച്ച എന്താ അവിടെ ഉണ്ട് കേട്ടോ. ഇതെടുത്ത് കൊണ്ടു കൊടുക്കാം. കൊണ്ടു കൊടുക്കട്ടോ.
ഒട്ടിക്കുക. എൻ്റെ ഫ്രെയിമിന് എനിക്കൊരു മൈൻഡില്ല കേട്ടോ. ഫ്രീ ആയിട്ടാ. ഫ്രീ ആയതുകൊണ്ട് എൻ്റെ ഫ്രെയിമിനുള്ള മൈൻഡ് ചെയ്യുന്നില്ല. എൻ്റെ ഒരു ഷെല്ലൊന്നുമില്ലേ? എൻ്റെ ഒരു ഷെല്ല് മറ്റേതല്ലേ എടുത്തു. എൻ്റെ ഞാൻ സ്പെഷ്യൽ ഷെല്ലാ. ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ പോയപ്പോൾ കിട്ടിയ ഷെല്ലാട്ടോ അത്. ഇവിടെ വെച്ചാൽ മതിയോ? ഓ, എവിടെ വെച്ചാലും ഭംഗി. ഇവിടെ വെക്കാം. ഓക്കേ കേട്ടെ. ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ പോയപ്പോൾ കിട്ടി. കഴുകി വൃത്തി ഞങ്ങൾ പെറുക്കിയതല്ല, പെറുക്കിച്ചതാണ്. പല പെറുക്കികളെ കൊണ്ട് ആ പെറുക്കി വീഡിയോ കാണുന്നുണ്ട്. ആ പെറുക്കി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് വീഡിയോ പെറുക്കി കമന്റ് ചെയ്യൂല. അപ്പൊ മനസ്സിലാവല്ലേ? അതെ, ഇത് എന്താ എന്തൊരു ഇനീഷ്യല്? വേണ്ട വേണ്ട, PS. ആ PS പെറുക്കിയതാണ്. സ്റ്റിക്കർ ഇളകി പോകാതൊക്കെയാണ് കേട്ടോ. സ്റ്റിക്കർ ഇളകി പോകാണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞു. നമ്മളെ പാവം ഫ്രെയിം കുറച്ചും ഇങ്ങോട്ട് കയറ്റിയാലോ? ഇനി ഏറ്റവും കൂടുതൽ കയറ്റാൻ ഇങ്ങോട്ട് എന്ത് ഷെല്ലോ? ആ ഭവാനെ, ഷെല്ല് കയറ്റാൻ പറ്റുമോ നോക്കട്ടെ. മറ്റെങ്കിലും മതി, ഞാൻ ചോദിച്ചതാ. എൻ്റെ ആ മണലുണ്ട്, അപ്പോൾ കുഴപ്പമില്ല. കേടവരി കയറ്റണ്ട അറിയേ. ഓക്കേ, മതിയോ? പക്ഷെ എനിക്ക് സ്റ്റാർ ഫിഷിലായിരുന്നു എൻ്റെ നോട്ടോ. നല്ല ഭംഗിയുള്ള സ്റ്റാർ ഫിഷ്. നോക്കി നിന്നിട്ട് കാര്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് വെള്ളം ഇറക്കട്ടോ. ആ ഫ്രെയിം ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ എന്നിട്ട്. നിങ്ങൾ പറയട്ടോ, എൻ്റെ ഫ്രെയിമാണോ ആ ഫ്രെയിമാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ്? എൻ്റെ ഇതൊരു പാവം പിടിച്ച ഫ്രെയിം, ഒരു ദരിദ്രവാസി ഫ്രെയിമാട്ടോ. എടുത്തു. റസിൻ ഒഴിക്കാണ്. ബദ്രി ബേബിന്റെ മുഖത്താണ് റസിൻ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബദ്രി ബേബി വലുതായിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഞങ്ങളെ ഫ്രെയിം ഓൾമോസ്റ്റ് സെറ്റായിട്ടോ. ഇതാ, പിന്നെ എനിക്ക് തിരമാല ഇടാൻ തുടങ്ങിയിട്ട് ഈ ഭാഗത്തേക്ക് കുറച്ചൊരു തിരമാല കൂടി ഇട്ടിട്ടുണ്ട്. അത്രയും ഡിഫറൻസേ ഞാൻ വരുത്തിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ എടുത്ത് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇനി ഇത് സെറ്റാവാൻ വയ്ക്കാം. നാളെ അല്ലേ, നാളെ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും ശരിയാവും. ഇത് ശരിയാവും. പിന്നെ വേറെ പണിയൊന്നുമില്ല. നമുക്ക് എവിടെയാ വെച്ചാൽ തൂക്കിയിടാം. നാളെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ പറയുക, ഫൈനൽ റിസൾട്ട് കാണിക്കും കേട്ടോ. നാളെ ഞങ്ങൾക്ക് അലറ ചില്ലറ പരിപാടി. ബദ്രി ബേബി, അപ്പം വിത്ത് ബദ്രി ബേബി ആയിരിക്കും റിസൾട്ട്. ബദ്രി ബേബീൻ്റെ ചിലപ്പോൾ ഇപ്പം ആളെ ഉറങ്ങാം. അപ്പം ഞാൻ ആക്ച്വലി ബദ്രീനെ എടുത്ത് വരണമെന്ന് വിചാരിച്ചു, പക്ഷെ ഇപ്പോൾ ആൾ നല്ല ഉറക്കാണ്. അപ്പം ബദ്രി ബേബീൻ്റെ എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അവൻ വെറുതെ ചിരിക്കും, അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല. അപ്പം see you. ബൈ Bye bye.